കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ജകുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് വാരഫലത്തിൽ വൃശ്ചികം രാശിയെ പറ്റിയാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ പെടുന്നു വൃശ്ചികം രാശി. ഈ രാശി ചന്ദ്രൻ നീചസ്ഥനായ രാശിയാണ്, ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയാണ് വൃശ്ചികം രാശിയെ കൊണ്ട് പ്രധാനമായും ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭദ്രകാളി അമ്മയുടെ മൂലമന്ത്രവും കാളിയുടെ ശ്ലോകവും നിങ്ങൾക്കായി ഇവിടെ ചൊല്ലി സമർപ്പിച്ചത്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. അതിശക്തമായ മൂലമന്ത്രമാകുന്നു ഭദ്രകാളിയുടേത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നല്ലൊരു ഗുരുവിൻ്റെ തിരുമേനിയുടെ ഉപദേശം വാങ്ങിയാൽ ഈ വൃശ്ചികം രാശിക്കാർക്ക് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒരു പരിഹാരം ലഭിക്കുവാൻ ഈ മൂലമന്ത്രം പര്യാപ്തമാണ്. നമുക്കിനി വാരഫലത്തിലേക്ക് കടക്കാം. 1199 ഇടവമാസം 16 മുതൽ 22 വരെയുള്ള 2024 മെയ് 30 മുതൽ 5 വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ദിനങ്ങളിലുള്ള ശുഭാശുഭങ്ങളെയാണ് നാം ചർച്ച ചെയ്യുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് 4-ൽ ചന്ദ്രനും ശനിയുമാകുന്നു, 5-ൽ ചൊവ്വയും രാഹുവുമാണ്, 6-ൽ ബുധനാണ്, 7-ാം ഭാവത്തിലേക്ക് വരാൻ പോകുന്നു. 7-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ശുക്രനുമാണ്, 9-ൽ ഗുളിക ഭവനാധിപനാണ്, 11-ൽ കേതുവാകുന്നു. യാത്രക്ക് പ്രായണ വളരെ അനുകൂലമായ സമയമാകുന്നു വൃശ്ചികം രാശിക്കാർ. വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. വീട്ടിൽ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ അതിൽ കാർമ്മികത്വം വഹിക്കുവാനോ ഒരു നേതൃത്വ ഗുണം ലഭിക്കുവാനോ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം പ്രത്യേകിച്ച് ജൂൺ 1 മുതൽ അനുകൂലമാകുന്നു. ജൂൺ 1-ാം തീയതി വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വ വൈകിട്ട് 4 മണി മുതൽ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. വളരെ അനുകൂലമായിരിക്കും. ഏതായാലും ഒരു പ്രാധാന്യം, സെൽഫ് ഇമ്പോർട്ടൻസ് വൃശ്ചികം രാശിക്കാർക്ക് വരുന്നു. വിലപ്പെട്ട രേഖകൾ കളഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പിതാവിന് ശാരീരികമായ അസ്വസ്ഥതകളുടെ സമയമാണ്. അതിനപ്പുറത്ത് ധർമ്മദൈവ സങ്കേതത്തിൽ എന്തെങ്കിലും പുതിയ ഒരു പദ്ധതികൾ ഉദ്ഘാടനം അല്ലെങ്കിൽ ധർമ്മദൈവ സങ്കേതത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഒരു വാരമാകുന്നു ഇത്. അങ്ങനെയുള്ള എന്ത് തീരുമാനങ്ങളുണ്ടെങ്കിലും ജൂൺ 1-ാം തീയതിയും ജൂൺ 2-ാം തീയതി ശനി ഞായർ ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ട് എടുക്കാവുന്നതാണ്. ജൂൺ 1-ാം തീയതി 10:30 മണി മുതൽ രാഹുകാലം കഴിഞ്ഞുള്ള സമയം എല്ലാ ശുഭകാര്യത്തിനും ഉത്രട്ടാതി നക്ഷത്രം വളരെ ഗുണമാണ്. മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും ജൂൺ 2-ാം തീയതി ഞായറാഴ്ചയും വളരെ അനുകൂലമാണ്. ശാരീരികമായി ഉദരരോഗം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു. വയറുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, ശസ്ത്രക്രിയകൾ ഇതൊക്കെ വരുന്ന സമയമാണ്. മക്കൾക്കും ഒരു അരിഷ്ടത ഉണ്ടാകുന്നു. ന ജാതം നിഹന്തി ഏകമേവ എന്നാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്തൊക്കെ കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളെ ശ്രദ്ധിക്കുക. പ്രാർത്ഥനകൾക്ക് കുറച്ചുകൂടെ ബലം കുറയുന്ന വാരമാണിത്. അതുകൊണ്ട് ദൈവവുമായി അടുക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. ബാങ്ക് ലോൺ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ, കടം വാങ്ങാനൊക്കെ അനുകൂലമായ വാരമാണിത്. നമ്മൾ ചോദിച്ചാൽ ജൂൺ 1 മുതൽ സഹായം നമുക്ക് ലഭിക്കുന്ന വാരമാണിത്. കാശ് വാങ്ങുമ്പോൾ നല്ല ദിനങ്ങളും ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള യാത്രകൾക്കും ഈ അനുകൂലമായ സമയമാണ്. ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത യാത്രക്ക് വരുന്ന വാരമാകുന്നു. ഏതായാലും വൃശ്ചികം രാശിക്കാർക്ക് നല്ല ഒരു വാരം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.